ഇറ്റ്സ് മീ സവിത ജാൽസ് ഫ്രം പുത്തുരാൻസ്. പോളി കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണുന്നത് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പൊക്കെ പോളിക്കോട്ടൺ ചെയ്യാറുണ്ട്. പോളിക്കോട്ടൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, പോളിസ്റ്ററും കോട്ടണും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. പ്യുവർ കോട്ടനെ കഴിഞ്ഞും കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം പോളിസ്റ്ററും കൂടി മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണല്ലോ, എല്ലാവർക്കും അറിയാലോ. പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് കുറെ നാള് ലാസ്റ്റ് ചെയ്തോളും. കളറൊന്നും അങ്ങനെ ഫെയ്ഡ് ആയി പോവുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇതിന്റെ ഡിസൈൻ നമ്മൾ ഇന്ന് 3 ഡിസൈൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോനകത്ത്. രണ്ടെണ്ണം ഒരു അജ്രക് ഡിസൈൻ സിമിലർ ആണ്, ഒരെണ്ണം അജ്രക് പോലെ തോന്നുമെങ്കിലും വേറൊരു ഡിസൈൻ ആണ്. ഓരോ ഡിസൈനിന്റെ 4 കളേഴ്സ് അവൈലബിൾ ആണ്. പ്രൈസ് വന്നിരിക്കുന്നത് 84 റുപ്പീസ് പെർ മീറ്റർ ആണ്. 42 ഇഞ്ച് വിട്ട് ആണ് ഈ ഫാബ്രിക്കിന് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. അപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ഒരു പോളിക്കോട്ടണിലുള്ള കുർത്തിയാണ് കേട്ടോ. സെയിം ഫാബ്രിക് ആണ്, ഡിസൈൻ ചേഞ്ച് ആണ്. നമുക്കിത് ലൈനിങ് ഇല്ലാതെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ആദ്യം കാണിക്കുന്നത്, ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിന് മുമ്പത്തെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ്. സെയിം ഫാബ്രിക് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റുകളാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് വന്നിരിക്കുന്നത് ഒരു അജ്രക്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ അജ്രക് സ്റ്റൈലിലുള്ള പ്രിന്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഇപ്പൊ നമുക്ക് സാരിയിലായാലും സൽവാറിലായാലും ദുപ്പട്ടയിലായാലും ഒക്കെ നോക്കുകയാണെങ്കിൽ അജ്രക് ഡിസൈൻസ് ആണ് ഒരുപാട് എന്താ പറയുക ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ പോളിക്കോട്ടണിൽ വന്നിരിക്കുകയാണ്. 84 റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടൺ അല്ല, പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. 42 ഇഞ്ചാണ് ഇതിന്റെ വിട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടത് ബേസ് കളർ ബ്ലാക്ക് കളർ ആണ്, അതിനകത്തേക്ക് ഒരു റെഡ് കളറിലുള്ള അജ്രക് സ്റ്റൈലിലുള്ള പ്രിന്റ് ആണ്. ഇതെല്ലാം തന്നെ ഡിജിറ്റൽ പ്രിന്റിലാണ് ഈ ഫാബ്രിക് വരുന്നത്. ഇനി ഇതിന്റെ തന്നെ 3 കളേഴ്സും കൂടെ അവൈലബിൾ ആണ്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു മെറൂണിഷ് ആയിട്ടുള്ള റെഡ് കളർ ആണ്. എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ. ഇതിനകത്ത് ഏതാണ് നമുക്ക് എടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഡൗട്ട് വരുന്ന പോലെ ഉള്ള പ്രിന്റുകളാണ്. പ്രിന്റ് അല്ല, കളേഴ്സ് ആണ്. അജ്രക് സ്റ്റൈലിലുള്ള രണ്ടാമത്തെ കളറാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ബേസ് പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒരു മെറൂണിഷ് ആയിട്ടുള്ള റെഡ് കളർ ആണ്. പിന്നെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ചിക്കു കളർ പോകുന്നുണ്ട്, ബ്ലാക്ക് പോകുന്നുണ്ട്. ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ ക്ലിയർ ആകും. നെക്സ്റ്റ് വൺ യെല്ലോ കളർ ആണ്. മസ്റ്റർഡ് യെല്ലോ കളർ എന്ന് പറയാം നമുക്ക്. ആ ഒരു കളറിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. മസ്റ്റർഡ് യെല്ലോ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ബ്ലാക്ക് കളർ ആണ് ബേസ് കളർ വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ പാറ്റേൺ വരുന്നത്. ഇനി ഈ ഡിസൈനിന്റെ തന്നെ ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ഗ്രീനിനകത്താണ് വരുന്നത്. ഗ്രീനിനകത്തേക്ക് റെഡ് കളറും ലൈറ്റ് ആയിട്ടുള്ള ചിക്കു കളറും ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. ഞാനിത് വെച്ച് കാണിച്ചു തരാം. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് നല്ല ഒരു അജ്രക് സ്റ്റൈലിലുള്ള പ്രിന്റ് വന്നിരുന്ന ഒരു ഫാബ്രിക് ആണ് നമ്മളിപ്പോ കണ്ടത്. ഫാബ്രിക് ഞാൻ പറഞ്ഞല്ലോ പോളിക്കോട്ടൺ ആണ്. 84 റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് അജ്രക് പ്രിന്റ് എന്ന് പറയുന്നത് കുറച്ച് ചെറിയൊരു പ്രിന്റ് ആണ്. നമ്മൾ അജ്രക് ഡിസൈൻ തന്നെ പല വലുപ്പത്തിലുള്ള പ്രിന്റിൽ വരാറുണ്ടല്ലോ. ഇപ്പൊ ഈ കാണുന്നത് ഒരു റെഡ് കളറിനകത്തേക്ക് അജ്രക് പ്രിന്റ് തന്നെയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്. നമുക്ക് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക്. അപ്പൊ നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ വെച്ച് ചെയ്താലും അയൺ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിടന്നോളൂ, അല്ലാണ്ട് ഇങ്ങനെ വടി പോലെ നിൽക്കൊന്നുമില്ല. നല്ല ഫാബ്രിക് ആണ് കേട്ടോ. പോളിക്കോട്ടൺ ലവേഴ്സ് കുറെ പേരുണ്ട്. അവർ പറയുന്നത് കുറച്ചധികം നാൾ ലാസ്റ്റ് ചെയ്യുന്നതാണ് കോട്ടനെ വെച്ച് നോക്കുമ്പോൾ. ഇനി ഇതിന്റെ തന്നെ 3 കളറും കൂടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ ബ്ലാക്കിനകത്തേക്ക് റെഡ് കളറിലുള്ള പ്രിന്റ് ആണ് പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു ഇന്നത്തെ വീഡിയോനകത്ത് 3 ഡിസൈൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ പാറ്റേൺ വരുന്നത്. നെക്സ്റ്റ് വൺ സെയിം പ്രിന്റ് തന്നെ ഒരു മെറൂണിഷ് ആയിട്ടുള്ള ആ ഒരു കളറിലേക്കാണ് പോകുന്നത്. മെറൂൺ അല്ല, ഒരു ബ്രൗൺ എന്ന് പറയാം. കുറച്ചൊരു മെറൂണും അല്ല റെഡും അല്ല, അങ്ങനത്തെ ഒരു കളറിലാണ്. കാണിച്ചു തരാം. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. ബ്ലൂ കളറിലുള്ള പ്രിന്റ് ആണ് കേട്ടോ ഇതിനകത്ത് പോയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈ ഒരു പ്രിന്റ് തന്നെ ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ് കേട്ടോ. നേവി ബ്ലൂ കളറിനകത്തേക്കാണ് ഈ ഡിസൈൻ വന്നിട്ടുള്ളത്. നേവി ബ്ലൂവിനകത്ത് ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള റെഡ് കളറാണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇതെല്ലാം തന്നെ 42 ഇഞ്ച് വിട്ടിൽ 84 റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്ന് കാണുന്നത് ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് ഡിസൈൻ കാണുന്നത് വേറൊരു ബൂട്ട പോലത്തെ ഒരു പ്രിന്റ് ആണ്. അജ്രക്ക് എന്ന് പറയാം, എങ്കിലും നമുക്ക് ചെറിയ ചെറിയ ബൂട്ട പോലത്തെ ഈ പ്യുവർ കോട്ടണിൽ, ജയ്പൂർ കോട്ടണിൽ വരുന്ന പ്രിന്റ് ആണ് ഇതിനകത്തേക്ക് അവർ വരുത്തിയിരിക്കുന്നത്. ഇത് പ്യുവർ കോട്ടൺ അല്ല, എങ്കിലും നമുക്ക് അങ്ങനത്തെ തോന്നുന്ന പോലത്തെ ഒരു ഡിസൈൻ ആണ്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. 84 റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ഇത് വരുന്നത് ഒരു മെറൂണിഷ് ആയിട്ടുള്ള റെഡ് കളർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു കളറിലേക്കാണ്. നെക്സ്റ്റ് വൺ സെയിം പ്രിന്റ് തന്നെ ബ്ലൂ കളറിലേക്കാണ് വരുന്നത്. ബ്ലൂവിനകത്തേക്ക് ഇപ്പൊ ഈ കണ്ട ബ്രൗൺ കളറിലുള്ള ഒരു പ്രിന്റ് വരുന്നു. ഇതൊക്കെ നമ്മൾ പ്യുവർ ആയിട്ടുള്ള ജയ്പൂർ കോട്ടന്റെ അതേ പ്രിന്റിലാണ് വരുന്നത്. കാണുകയാണെങ്കിൽ
ഫാബ്രിക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് കോട്ടൺ ആണെന്ന് തോന്നുന്ന പോലെ, നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ കോട്ടൺ ആണെന്ന് തോന്നുന്ന പോലത്തെ പ്രിന്റ് തന്നെയാണ്. പോളി കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് പർപ്പിൾ ഷെയ്ഡിലാണ്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു പ്രിന്റിന്റെ. 4 കളേഴ്സ് നല്ല ഭംഗിയിലാണ്, നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ കളർ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. പോളിക്കോട്ടൺ ആയതുകൊണ്ട് അങ്ങനെ കളർ പോകുമെന്നോ കളർ മങ്ങി പോകുമെന്നോ ഒന്നും പേടിക്കണ്ട. പോളിസ്റ്റർ കൂടി മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണല്ലോ. ലാസ്റ്റ് വൺ ഒരു എന്താ പറയാ, കോഫി ബ്രൗൺ എന്ന് പറയാം. അങ്ങനെ ബ്ലാക്ക് അല്ല എന്നാ ഭയങ്കരമായിട്ടുള്ള കോഫി ബ്രൗണും അല്ല, അതിന്റെ ഇടയിൽ നിൽക്കുന്ന പോലത്തെ ഒരു കളറിലാണ്. ഇങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇപ്പൊ നമ്മൾ ഈ കണ്ട ലാസ്റ്റ് ഡിസൈൻ 4 നല്ല ഭംഗിയുള്ള കളേഴ്സ് ആയിരുന്നു. ആദ്യം കണ്ട 2 എണ്ണം ഡിഫറെന്റ് ആയിട്ടുള്ള അജ്രക് പ്രിന്റുകളായിരുന്നു. പ്രൈസ് 84 rupees പെർ മീറ്റർ. 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ടിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് മാത്രം വാട്സ്ആപ്പ് ചെയ്യണേ. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവര് 8891060225 കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഈ കാണിക്കുന്ന പ്രൊഡക്റ്റ് എല്ലാം തന്നെ നമ്മുടെ ഷോപ്പിലും ഓൺലൈനിലും അവൈലബിൾ ആണ്. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.